മലയാള സിനിമ ട്രൂലി ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുന്നു എന്നിനി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് മാറിയെന്ന് തന്നെ വേണം ഇനി പറയാൻ. ഇപ്പൊ മെയിൻ സ്ട്രീം ഇന്ത്യയിൽ വരുന്ന അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമകളുമായിട്ട് നമുക്ക് മലയാള സിനിമയെ ഇനി കമ്പാരിസൺ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതായത് പറഞ്ഞു വരുന്നത് ഇപ്പൊ തെലുങ്ക് സിനിമയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ബോളിവുഡ് സിനിമയാണെന്നുണ്ടെങ്കിലൊക്കെ ബോളിവുഡും മലയാളമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് കിഷ്കിന്ത കാണ്ഡം ടീമിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ അടുത്ത സിനിമയായിട്ടുള്ള ഈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസ് ആയതിനു ശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത്. കാരണം സിനിമ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ആളുകളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം അവരുടെ എല്ലാം ഒരു ഒരു റേഞ്ച് വിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അതായത് ട്രൂലി ഇന്റർനാഷണൽ ലെവലിലുള്ള കഥ പറച്ചിൽ രീതിയും മേക്കിങ്ങും തന്നെയാണെന്നാ പറയുന്നത്. അതിന് പല തരത്തിലുള്ള കാരണങ്ങള് ഇതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തത്, ഈ ഒരു സിനിമ നമുക്കറിയാം, ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾ ഓഫ് കുരിയച്ചൻ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. കുരിയച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അബ്സ്കോണ്ടിങ് ആവുന്നതും ആ കഥാപാത്രത്തെ തേടി നിരവധി ആളുകൾ വരുന്നതുമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് കുരിയച്ചൻ, എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ അറിയുന്നത്. സാധാരണ രീതിയിൽ ഒരു കഥാപാത്രത്തിനെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗിമ്മിക്കുകളും പലതരത്തിലുള്ള കഥ പറച്ചിൽ രീതികളും സിനിമ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാ ഈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈക്കോന്റെ മേക്കേഴ്സ് ആയിട്ടുള്ള ദിൽജിത്ത് അയ്യത്താൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ടീം ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളെ വളരെ ഓർഗാനിക് ആയിട്ടാണ് കഥാപാത്രങ്ങളുടെ ഒരു ഡെവലപ്മെന്റും കഥാപാത്രങ്ങളുടെ ഒരു ആർക്കും ഇതിനകത്തേക്ക് സംഭവിച്ചേക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ ഒരു വ്യക്തിനെ വളരെ നോർമൽ ആയിട്ട് റിയൽ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, ആ വ്യക്തിയുടെ കൂടെ നടന്നിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നടന്ന ആൾക്കാർ ആ വ്യക്തിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് വിധത്തിലാണ് സാധാരണ രീതിയിൽ ഒരു വ്യക്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് 1-to-1 ഇന്ററാക്ഷൻ ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലെങ്കിൽ 1-to-1 ഇന്ററാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അയാളെ മനസ്സിലാക്കാനും പറ്റും. ഈ സിനിമക്കകത്ത് സാധാരണ രീതിയിൽ എന്താ സംഭവിക്കാറ്? സിനിമക്കകത്ത് പ്രേക്ഷകർക്ക് എന്താണ് ഈ കഥാപാത്രം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പല സ്പൂൺ ഫീഡിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈക്കോ എന്ന് പറഞ്ഞ സിനിമക്കകത്തേക്ക് വരുമ്പോ പ്രേക്ഷകര് ഒരു കഥാപാത്രത്തിനെ അല്ലെങ്കിൽ കുരിയച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ മനസ്സിലാക്കുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലാണെന്നാണ്. അതായത് ഇതിനകത്ത് കുരിയച്ചനെ തേടിയിട്ട് കുരിയച്ചന്റെ ശത്രുക്കൾ വരുന്നുണ്ട്, കുരിയച്ചന്റെ മിത്രങ്ങൾ വരുന്നുണ്ട്, കുരിയച്ചന്റെ നാട്ടുകാർ വരുന്നുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള കുരിയച്ചൻ അത്രയും കാലം ഇടപെട്ടുകൊണ്ടിരുന്ന പല മനുഷ്യരാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കുരിയച്ചനെ തേടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ കുരിയച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വ്യക്തികളെല്ലാം അവരുടെ റിയൽ ലൈഫിൽ അവർ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവര് കൂടെ നടന്നിട്ടുള്ള കുരിയച്ചനെ കുറിച്ച് പറയുന്നതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഓർഗാനിക് പ്രോസസ് ആണ്. ഒരു കഥാപാത്രത്തിനെ വളരെ ഓർഗാനിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാത്ത പല കഥാപാത്രങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ചില മനുഷ്യരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോ എനിക്കൊന്നും സദ്ദാം ഹുസൈൻ ആരാന്നറിയത്തില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അയാളെ മനസ്സിലാക്കുന്നത്? അയാളെ കൂടെ നടന്നിരുന്ന ആൾക്കാരും അയാളെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നതിലൂടെയാണ്, അല്ലെ? ഇതുപോലെ തന്നെയാണ് ഈക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കൊരിയച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു മാജിക് ആണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ആളുകൾക്കെല്ലാം കുരിയച്ചന് ആവശ്യമുണ്ട്. പലതരം റീസണുകളിലാണ് ഈ ആളുകൾക്കെല്ലാം കുരിയച്ചന് ആവശ്യം. അപ്പൊ ഈ മാജിക് എന്ന് പറയുന്നത് ഈ സിനിമക്കകത്ത് കുരിയച്ചനെ അന്വേഷിച്ചു വരുന്ന പോലീസുകാർക്കാണെന്നുണ്ടെങ്കിലും കുരിയച്ചന്റെ ശത്രുക്കൾക്കാണെന്നുണ്ടെങ്കിലെല്ലാം കുരിയച്ചൻ എവിടെയാണ് അബ്സ്കോണ്ടിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുരിയച്ചൻ എവിടെയാണ് ഒളിച്ചു താമസിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ആവശ്യകതയാണ്. ഇതേ ആവശ്യകത വളരെ ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് പ്രേക്ഷകന്റെയും കൂടെ ആയി മാറുന്നു എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂമെന്റ് അല്ലെങ്കിൽ ഒരു മാജിക് ഈക്കോ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്.
നമുക്കറിയാം കുരിയച്ചൻ എന്താണ് എന്നുള്ളത് കാണിക്കുന്ന അത്ര ഇലാബറേറ്റ് ആയിട്ടുള്ള സ്പൂൺ ഫീഡ് ചെയ്യുന്ന സീനുകളോ ഡയലോഗ്സോ അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന തരത്തിലുള്ള വോയിസ് ഓവറുകളോ ഒന്നും തന്നെ ഇതിനകത്തില്ല. ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നത് പല തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ ആളുകൾക്കെല്ലാം ആ ആളുകളുടെയൊക്കെ പലതരത്തിലുള്ള നീഡുകളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുരിയച്ചനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവർക്കെല്ലാം അറിയാവുന്ന കുരിയച്ചൻ വ്യത്യസ്തരായിട്ടുള്ള കുരിയച്ചനാണ്. അപ്പോ അതാണ് നമ്മൾ പ്രേക്ഷകർ യഥാർത്ഥത്തിൽ കാണുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്. യഥാർത്ഥത്തിൽ കുരിയച്ചൻ വില്ലനാണോ അതോ യഥാർത്ഥത്തിൽ കുരിയച്ചൻ വളരെ നാച്ചുറൽ ആയിട്ട് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ചില സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇത് തീരണം എന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുരിയച്ചൻ ആരാണെന്നുള്ളത് ഈ പറയുന്ന പ്രേക്ഷകനും കൂടെ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകന്റെയും കൂടെ ആവശ്യകതയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോറി നരേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. മലയാളത്തിൽ പക്ഷെ ഇതിനു മുന്നേ ഇതുപോലത്തെ കഥ പറച്ചിൽ രീതികൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമകൾ എടുത്ത് നോക്കുന്ന സമയത്ത്, ഇപ്പോ ബോളിവുഡിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തെലുങ്കു ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള അല്ലെങ്കിൽ ആളുകൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള കഥ പറച്ചിൽ രീതികളാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്നും എക്സെപ്ഷണൽ ആയിട്ട് ഒന്നോ രണ്ടോ തരത്തിലുള്ള സിനിമകളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ വന്നിരുന്നത് ആളുകൾക്ക് ഡയറക്ട്ലി ഫീഡ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നെടുനീളൻ ഡയലോഗുകളെല്ലാം വെച്ചിട്ട് എന്താണ് ബേസിക്കലി അവിടെ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ക്യാരക്ടേഴ്സ് നിന്ന് സംസാരിക്കുന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ മെറ്റഫറിക്കൽ ആയിട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡീൽ ചെയ്തേക്കുന്ന സിനിമ എന്ന് പറയുന്നത് ചില ഇറാനിയൻ സിനിമകളും ചില കൊറിയൻ സിനിമകളും അതേപോലെ തന്നെ ചില നമ്മുടെ ടർക്കിഷ് സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ഈ സിനിമയ്ക്കകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ തരത്തിലുള്ള ലാംഗ്വേജസിലൊക്കെ വരുന്ന സിനിമകളിൽ എങ്ങനെയാണോ പല ഇവന്റുകളെയും പല ഒബ്ജക്റ്റുകളെയും മെറ്റഫറിക്കൽ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സിനിമയിൽ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത് ഇതിനകത്ത് പട്ടികളെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സിനിമക്കകത്ത് തന്നെ പറയുന്നുണ്ട്, അതായത് മ്ലാത്തി ചേർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ പട്ടികളെ ചങ്ങലക്കിടുകയും കൂട്ടിലിടുകയും ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുകയാണോ അതോ തടവിലാക്കുകയാണോ എന്ന് പറയുന്ന ഒരു കാര്യം. ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ആത്മാവിരിക്കുന്നത് ബേസിക്കലി ഇവിടെ തന്നെയാണ്. മനുഷ്യര് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ലോയലുകളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ മനുഷ്യരെ തടവിലാക്കപ്പെടുന്നത്, സംരക്ഷിക്കാണ് എന്നുള്ള ഒരു 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 ഇന്റിമേഷൻ കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ അവരെ തടവിലിട്ടേക്കാണെന്നുള്ള ഒരു റിയലൈസേഷൻ പ്രോസസ്സ്. ഇതിനെ പല തരത്തില് അനലൈസ് ചെയ്തേക്കുന്ന ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമുക്കറിയാം ഭാസ്കര പട്ടേലരും പിന്നെ അതേപോലെ തന്നെ തൊമ്മി എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു തരത്തില് ഭാസ്കര പട്ടേലരുടെ അടിമയായിട്ട് മാറുന്നുണ്ട് തൊമ്മി. പക്ഷെ ഭാസ്കര പട്ടേലർ മരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ തൊമ്മി സ്വതന്ത്രമാവുന്നത്. എന്നാൽ ഈ സിനിമയ്ക്കകത്തേക്ക് വരുന്ന സമയത്ത് ഒരാൾ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ തന്റെ യജമാനൻ മരിക്കാൻ നിൽക്കുന്നില്ല ആ തടവിൽ നിന്നുള്ള മോചനത്തിലേക്ക് വരാൻ. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, യഥാർത്ഥത്തിൽ ഭാസ്കര പട്ടേലർ മരിക്കുന്നതിന് മുന്നേ തന്നെ തൊമ്മി സ്വതന്ത്രമായിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ആ ഒരു തോട്ടിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞിട്ടുള്ളതാവാം ഇത്തരത്തിലുള്ള പ്ലോട്ടുകൾ എന്ന് പറഞ്ഞു വെക്കുന്ന പല തരത്തിലുള്ള ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മലയാള സിനിമയിൽ അന്ന് മുതലേ തന്നെ ഈ തരത്തിലുള്ള തോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫും കൂടിയാണത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് ചില എലമെന്റുകളെ മെറ്റഫറായിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ്. അതായത് ഏതൊരു മനുഷ്യനും പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവുന്ന രീതിയിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോവാണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മെറ്റഫറിക്കൽ ആയിട്ട് എന്താണ് സ്നേഹം, എന്താണ് തടവ്, എന്താണ് പ്രൊട്ടക്ഷൻ, എന്താണ് തടവ് എന്നുള്ള ആ ഒരു നേർരേഖയെ ഈ സിനിമ തുറന്നു കാണിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പൊ ഇതിനെല്ലാം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും കഥാപാത്രങ്ങളുടെ ഡയലോഗുകളാണെന്നുണ്ടെങ്കിലും ഇവരുടെ മാനറിസംസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഓവർ ദ ടോപ്പിൽ നിൽക്കുന്നതല്ല. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറുമോ, തന്റെ ഉള്ളിൽ
അതിതീക്ഷണമായിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ തന്റെ ഉള്ളിൽ പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കെ എങ്ങനെയാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഈ സിനിമക്കകത്ത് കാണാൻ പറ്റും. സ്വന്തം നിലനിൽപ്പ് ഭീഷണിയാവുന്ന സമയത്ത് അത്രയും കാലം മറച്ചു വെച്ചിരുന്ന രഹസ്യങ്ങളെ എങ്ങനെയാണ് പുറത്തോട്ട് പറയുന്നത്, അവിടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത്തരം രഹസ്യങ്ങളെ മനുഷ്യന് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സിനിമക്കകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഈ സിനിമയെ പറയുന്നത് ഇതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സിനിമയാണെന്നുള്ളത്. പക്ഷെ സാഡ്ലി നമ്മൾ തിയേറ്റർ റെസ്പോൺസസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്. അതായത് പല ആൾക്കാരും ഇപ്പൊ തിയേറ്ററിലേക്ക്, കേരളത്തിന് പുറത്തെ തിയേറ്ററിലേക്ക് പോകുന്നത് മലയാള സിനിമയാണ്, മലയാള സിനിമ കണ്ടന്റ് വൈസ് ഗുഡ് ആയിരിക്കും, അതിന്റെ മേക്കിംഗ് വൈസ് ഗുഡ് ആയിരിക്കും എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഒരു റേഞ്ച് വെച്ചിട്ടാണ് ബേസിക്കലി കേരളത്തിന് പുറത്തുള്ള ആളുകളെല്ലാം തിയേറ്ററിൽ പോകുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയ്ക്ക് വേറെ ഭാഷകളിൽ ഡബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ കഥാപാത്രങ്ങൾ ഡയലോഗുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളെയൊന്നും കേരളത്തിന് പുറത്തുള്ള ഓഡിയൻസിന് എത്രത്തോളം കിട്ടി എന്നുള്ള കാര്യത്തിലും കൺഫ്യൂഷൻസ് ഉണ്ട്. ഈവൻ തോ ഒരു ഇംഗ്ലീഷിലുള്ള സബ് ടൈറ്റിൽ അതിന്റെ കൂടെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ. അപ്പോ ഇങ്ങനെ ഇതുകൊണ്ടാണ് ഈ ഒരു സിനിമയെ ഒരു ക്രിട്ടിക്കൽ വേൾഡിൽ, അല്ലെങ്കിൽ സിനിമ പോലെയുള്ള മീഡിയത്തിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ആളുകൾ ഇതിനെ ക്രിട്ടിക്കായിട്ട് എടുക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അതായത് കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഓർഗാനിക് ആയിട്ടാണ് ഈ ഒരു സിനിമക്കകത്ത് എന്നുള്ളതാണ്. അതൊന്നും തന്നെ പ്രേക്ഷകന്റെ വായ്ക്കകത്തേക്ക് കുത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ വായ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഇൻസിഡൻസ് നമുക്ക് ഇതിനകത്ത് കാണാനും പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ കഥാപാത്രങ്ങൾ എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെ ഈ കഥ മുന്നോട്ട് പോകണം, എവിടെ എന്തിനെല്ലാം റിവീൽ ചെയ്യപ്പെടണം എന്നുള്ളതും കൂടെ ഈ ഒരു സിനിമക്കകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ട്വിസ്റ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലേക്ക്, ഒയ്യോ എന്താന്നുള്ള ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഈ സിനിമ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തന്നെ ട്വിസ്റ്റ് തന്നെ അരോചകമായിട്ട് പോകുന്ന ചില സിനിമകളും ആൾക്കാർ എടുത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ജീത്തു ജോസഫിന്റെ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമ, ആ ഒരു സിനിമ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് അതിനകത്ത്. അവസാനം നമുക്ക് ട്വിസ്റ്റ് വന്ന് നമ്മൾക്ക് മടുത്തു പോകും. ആ രീതിയിലുള്ള സ്റ്റോറി പറച്ചിൽ അല്ലെങ്കിൽ കഥ പറച്ചിൽ രീതികളും മലയാളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ട്രൂലി ഇന്റർനാഷണൽ ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് ലോകത്തിന് മുന്നേക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന, മലയാളത്തിൽ ഒരു നല്ല സിനിമ പറഞ്ഞേ എന്ന് നമ്മളെടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് ട്രൂലി ഫസ്റ്റ് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ദ ക്രോണിക്കിൾ ഓഫ് കുര്യച്ചൻ എന്ന് പറയുന്ന ഇക്കോ എന്ന് പറയുന്ന സിനിമ.